ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും പരിഗണനയും എനിക്ക് പുറത്തുള്ള ഒരാളിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ അയാളുമായിട്ട് ബന്ധത്തിലായി. പിന്നീടാണ് മനസ്സിലായത് എൻ്റെ ഭർത്താവിനേക്കാളും ടോക്സിക് ആണ് ഈ ആൾ എന്നുള്ളത്. പിന്നീട് ഞാൻ അതിൽ നിന്നും പുറത്ത് കടക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടി കൗൺസിലിംഗ് സമയത്ത് പറഞ്ഞിട്ടുള്ള വാക്കുകളായിരുന്നു ഇത്. പലരും വിവാഹത്തിന് ശേഷം ഇതുപോലെ എക്സ്ട്രാ മാരിറ്റൽ അഫയറുകൾ ഉണ്ടാക്കാറുണ്ട്. സ്വന്തം പങ്കാളിയിൽ നിന്ന് കിട്ടാത്ത പലതും അപ്പുറത്തെ ഒരാളിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ അവരിൽ ആകൃഷ്ടരാവാറുണ്ട്. എങ്ങനെയാണ് ആകൃഷ്ടരാവാൻ അതിന് കാരണം ഉണ്ടാവാറുള്ളത്? നമ്മൾ അവരോട് പറയും എൻ്റെ പങ്കാളിക്ക് ഇത്തരത്തിലുള്ള പോരായ്മകളൊക്കെ ഉണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പങ്കുവെക്കും. നമ്മുടെ പ്രശ്നങ്ങളെ പങ്കുവെക്കുമ്പോഴാണ് പലരും നമ്മളിലേക്ക് കണക്റ്റഡ് ആകുക. ഇത് കേട്ടിട്ടുള്ള ആൾ ഈ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് നിങ്ങളോട് പെരുമാറും. ഇത് കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും, വാവ്, ഞാൻ ഉദ്ദേശിച്ചത് പോലെ ഉള്ള ഒരാളാണ് ഇപ്പുറത്തുള്ളത്, ഇയാളെപ്പോലെ ഒരാളാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ നിങ്ങൾ അവരുമായിട്ട് ബന്ധത്തിലാകും. ഇവർക്കൊക്കെ ആവശ്യം നിങ്ങളുമായിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ലാഭമില്ലാത്ത ഒരു കച്ചവടത്തിനും അയാൾ തയ്യാറാവില്ല. അവരുടെ ലാഭം നിങ്ങളുമായിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റാണ്. ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇവർ മറ്റൊരു തരത്തിൽ നിങ്ങളോട് പെരുമാറി തുടങ്ങും. ഇവരും കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അവരുടെ പങ്കാളിയോട് നീതിയും ധർമ്മവും ഒന്ന് പുലർത്താനും കാണിക്കാനും കഴിയാത്ത ആളുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അവർക്ക് കൊടുക്കാൻ പറ്റാത്തത് എങ്ങനെയാണ് നിങ്ങൾക്ക് തരിക? നിങ്ങളുടെ സ്വകാര്യതകളെ ഒരിക്കലും മറ്റൊരാളോട് നിങ്ങൾ പങ്കുവെക്കാതിരിക്കുക.